ചരിത്രപ്രസിദ്ധമായ വെച്ചൂട്ട് ആരംഭിച്ചിരിക്കുകയാണ്. റവറന്റ് ഫാദർ സി ജോൺ ചെറുതാട്ട് പുതുപ്പള്ളി പുണ്യവാളന്റെ നേർച്ചച്ചോറ് ഇപ്പോൾ ആശീർവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നും അനേകായിരങ്ങൾ ഈ നേർച്ചസദ്യയിൽ പങ്കെടുക്കുന്നുണ്ട്. യാതൊരുവിധ തിക്കും തിരക്കും ഉണ്ടാക്കാതെ അനുഗ്രഹകരമായ രീതിയിൽ ഈ നേർച്ചസദ്യയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ ആഭരണങ്ങളും മറ്റും പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ നേർച്ചസദ്യ വാങ്ങിയ വിശ്വാസികൾ പന്തലിന് പുറത്തുപോയി നേർച്ചസദ്യ കഴിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നേർച്ചസദ്യ വാങ്ങിയ വിശ്വാസികൾ പന്തലിന് പുറത്തുപോയി നേർച്ചസദ്യ കഴിക്കണം എന്ന് പ്രത്യേകമായിട്ട് തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. പള്ളിയുടെ തെക്കുവശത്തുള്ള പാരീഷ് ഹാളിൽ 2 കൗണ്ടറുകളിലെ വിശ്വാസികൾക്ക് ഇപ്പോൾ ചെന്നാൽ ചോറ് നേർച്ചസദ്യ ലഭിക്കുന്നതാണ്. പള്ളിയുടെ പാരീഷ് ഹാളിൽ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന കൗണ്ടറുകളിലേക്ക് വിശ്വാസികളെ കടത്തിവിടേണ്ടതാണ്. തിക്കും തിരക്കും ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുകയാണ്. തിക്കും തിരക്കും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആഭരണങ്ങളും പണവും നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന പരിശുദ്ധനായ ഗീവർഗീസഹനായുടെ ഓർമ്മ പെരുന്നാളിലേക്ക് കടന്നു വന്നിട്ട് ആരും സങ്കടത്തോടുകൂടി തിരിച്ചു ഭവനങ്ങളിലേക്ക് പോകരുത് എന്നുള്ളതായ ഉദ്ദേശത്തോടുകൂടി പറയുകയാണ്. തിക്കും തിരക്കും ഉണ്ടാക്കരുത്. നിങ്ങളുടെ വിലയേറിയ ആഭരണവും മറ്റും സൂക്ഷിക്കുക. കുഞ്ഞു കുട്ടികളെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആദ്യമായി ചോറൂട്ട് നടത്തുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ പള്ളിയുടെ വടക്ക് വശത്തുള്ള സ്റ്റേജിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ എത്തിച്ചേരേണ്ടതാണ്. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള വൈദികർ പള്ളിയുടെ വടക്ക് വശത്തുള്ള സ്റ്റേജിൽ എത്തിച്ചേരേണ്ടതാണ്. ഓഡിറ്റോറിയത്തിലും നേർച്ചസദ്യ വിളമ്പുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. വിശ്വാസികളെ നേർച്ചസദ്യയിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി പാരീഷ് ഹാളിലേക്കും ഓഡിറ്റോറിയത്തിലേക്ക് നടത്തിവരണമെന്ന് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ നേർച്ചസദ്യ വാങ്ങി വിശ്വാസികൾ പലരും പള്ളിക്കകത്തോട് കൊണ്ടുപോകുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു. അത് അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. പള്ളിക്കകത്തിരുന്ന് നേർച്ചച്ചോറ് കഴിക്കുവാൻ നമുക്ക് അനുവാദമില്ല. അതേറ്റവും വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കേണ്ടത് നാം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതുപോലെ പരിശുദ്ധനായ ഗീവർഗീസഹനായുടെ തിരുശേഷിപ്പുകൾ അത്ഭുതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്ന അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ ആഭരണങ്ങളും മറ്റും പ്രത്യേകമായി സൂക്ഷിക്കണമെന്ന് അറിയിക്കുകയാണ്. ഭക്ഷണം കഴിച്ച ശേഷമുള്ള പാളപ്ലേറ്റുകൾ ആറ്റിലേക്ക് വലിച്ചെറിയരുതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനുവേണ്ടി വേസ്റ്റ് പാത്രങ്ങൾ നിക്ഷേപിക്കുവാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള പാത്രങ്ങളിൽ മാത്രം വേസ്റ്റ് പാത്രങ്ങൾ നിക്ഷേപിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പുതുപ്പള്ളി പുണ്യവാളന്റെ നേർച്ചച്ചോറ് കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലീഡർ കെ കരുണാകരൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള മോരും വെള്ളവും കൊടുക്കുന്നുണ്ട് എന്നുള്ളതായ കാര്യം അറിയിക്കുന്നു. നേർച്ചച്ചോറ് കഴിച്ചതിന് ശേഷം പള്ളിയുടെ പടിഞ്ഞാറ് വശത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ലീഡർ കെ കരുണാകരൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള മോരും വെള്ളം വിതരണം ചെയ്യുന്നുള്ളതാണ്. ഭക്തജനങ്ങൾക്ക് ഈ നേർച്ചച്ചോറ് പരിശുദ്ധനായ സഹദ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും വിശ്വാസി സഹസ്രങ്ങൾ ഈ പെരുന്നാളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുകയാണ്. വിശുദ്ധ 9 കുർബാനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഇനിയും പള്ളിയിലേക്ക് തീർത്ഥാടകരായി വരുന്നവർക്കും ആവശ്യമായിട്ടുള്ള നേർച്ചച്ചോറ്
വെച്ചൂട്ട് നേർച്ച സദ്യ പുതുപ്പള്ളി ഇടവക ഒരുക്കിയിട്ടുണ്ട്. എത്ര പ്രാവശ്യം വേണമെങ്കിലും വിളമ്പുവാൻ തയ്യാറായി ഊർജ്ജസ്വലരായ യൂത്ത് ലീഗിന്റെ പിള്ളേരും ഇടവകക്കാരും സഹറായെ സ്നേഹിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവരും ഈ നേർച്ച സദ്യയിൽ പങ്കെടുക്കുകയും അതിനാവശ്യമായ ക്രമീകരണങ്ങളൊക്കെയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. യാതൊരുവിധ തിക്കും തിരക്കും ഉണ്ടാക്കരുത്. ഈ പന്തലിലേക്ക് കയറുന്ന കവാടത്തിന്റെ ഫ്രണ്ടിൽ തിരക്ക് അനുഭവപ്പെടുന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ തിക്കും തിരക്കും ഉണ്ടായാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. നിങ്ങളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റും പ്രത്യേകമായിട്ട് സൂക്ഷിക്കുവാൻ നിങ്ങൾ കരുതിയിരിക്കേണ്ടതാണ്. പ്രത്യേകമായിട്ട് നിങ്ങളുടെ ആഭരണവും പണവും കുഞ്ഞു കുട്ടികളെയും ഒക്കെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതുപോലെ പള്ളിക്കകത്ത് പരിശുദ്ധനായ ഗീവർഗീസ് സഹറായുടെ ജീവൻ കുടികൊണ്ടതായ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. തിരുശേഷിപ്പിങ്കൽ അത്ഭുതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവിടെയും മോഷ്ടാക്കളെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പള്ളിയും പരിസര പ്രദേശങ്ങളും ക്യാമറയുടെ നിരീക്ഷണം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വിലയേറിയ ആഭരണങ്ങളും മറ്റും സൂക്ഷിക്കുവാൻ നാം തന്നെയാണ് ഉത്തരവാദികളെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പരിശുദ്ധനായ സഹറ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങളുടെ ദുരിതങ്ങൾ മാറണമേ, ഞങ്ങളുടെ രോഗങ്ങൾ മാറണമേ, ഞങ്ങൾക്ക് സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും പുതുപ്പള്ളി പുണ്യവാളന്റെ തിരുമുറ്റത്തേക്ക് ജനസഹസ്രങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധനായ സഹറായുടെ പ്രാർത്ഥനയിൽ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് നേർച്ചച്ചോറ് സമൃദ്ധമായി അനുഭവിച്ചുകൊണ്ട് പുതുപ്പള്ളിയിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകണമെന്നുള്ളതാണ് ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് യാതൊരുവിധ തിക്കും തിരക്കും ഉണ്ടാക്കാതെ ഈ നേർച്ച സദ്യയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന കുടുംബ കൂട്ടായ്മക്കാരുടെ നേതൃത്വത്തിൽ മോരും വെള്ളം തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതായ വിവരം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഈ നേർച്ച സദ്യ അനുഭവിച്ച് പുറത്തേക്ക് ചെല്ലുന്നവർക്ക് ദാഹം ശമിപ്പിക്കുവാൻ വേണ്ടി മദ്യവിമുക്ത കുടുംബ കൂട്ടായ്മക്കാരുടെ വക മോരും വെള്ളം ക്രമീകരിച്ചിട്ടുള്ളതായ വിവരവും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹറായുടെ ഓർമ്മ പെരുന്നാളിലേക്ക് നാടിന്റെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസി സഹസ്രങ്ങളെ പുതുപ്പള്ളി ഇടവക ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ചരിത്ര പ്രസിദ്ധമായ വെച്ചൂട്ടാണ് ഇപ്പോൾ ശരണപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ ഭക്ഷണം. ഈ വെച്ചൂട്ട് കഴിക്കുന്നവർക്ക് അനുഗ്രഹത്തിനാണ് അനുഗ്രഹദാനമായി തീരുന്നത് നമുക്കറിയാവുന്നതാണ്. ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് കഴിക്കുന്നു, ഭക്തിപൂർവ്വം കഴിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദയവേത് പന്തലിനുള്ളിൽ നിന്ന് നിങ്ങളുടെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. പുറത്ത് പോയി കഴിക്കുവാന് ശേഷം അവിടെ മോരും വെള്ളം ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിക്കുവാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിനകത്ത് ഈ പന്തലിന്റെ വടക്കുവശത്ത് ഓഡിറ്റോറിയത്തിനകത്ത് 2-3 കൗണ്ടറുകളുണ്ട്. അവിടെയും നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് തള്ളുകൂടാതെ ഭക്ഷണം മേടിക്കാവുന്ന കാര്യം ഓർപ്പിക്കുകയാണ്. അവനവന്റെ ആഭരണങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ കഴിച്ചിരിക്കുന്ന ഈ പാള പ്ലേറ്റുകളെ ഭക്ഷണത്തിന് ശേഷം പാല പ്ലേറ്റുകളെ ഫ്രണ്ടിലുള്ള ആറ്റിലേക്ക് എറിയരുത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. വിശ്വാസത്തിൽ ക്രിസ്തീയവും ആരാധനയെ പൗരസ്ത്യവും അനുഷ്ഠാനങ്ങളിൽ ഭാരതീയവുമായ മലങ്കര ഓർത്തഡോക്സ് വിമാനസഭയുടെ ഭരണമുദ്രകൾ നിറഞ്ഞു നിൽക്കുന്ന പുണ്യപുരാതന ദേവാലയമാണ് പൗരസ്ത്യ ഗോർണിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി. മാനവ മൈത്രിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും ഈ ചിഹ്നമാണ് പുതുപ്പള്ളി. വിളിച്ചാൽ വിളികേൾക്കുന്ന വിശുദ്ധനായ ഗീവർഗീസ് സഹറായുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിട്ടുള്ളതായ പുണ്യപുരാതന ദേവാലയമാണ് ഗോർണിയൻ തീർത്ഥാടന
ഈ പെരുന്നാൾ സംബന്ധിക്കുന്ന എല്ലാവർക്കും നേരത്തെ സദ്യ ഇടപാടാണ് ക്രമീകരിച്ചിട്ടുണ്ട്. യാതൊരുവിധ തിക്കും തിരക്കും നേരത്തെ സദ്യ ലഭിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കേണ്ടതില്ല. തിക്കും തിരക്കും ഉണ്ടാക്കിയെന്നാൽ അത് മോഷ്ടാക്കളുടെ പ്രയോജനമാണെന്നും ഇന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഈ പന്തലിന് പടിഞ്ഞാറ് വശത്ത് കൂടി വരുന്ന വിശ്വാസികൾ തെക്ക് വശത്തേക്കും പള്ളിയുടെ പാരീഷ് ഹാളിലേക്കും കടന്നു ചെന്ന് നേർച്ച സന്ധിയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. വിളിച്ചാൽ വിളികേൾക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അനേകായിരങ്ങൾ ഈ നേർച്ച സദ്യയിൽ പങ്കെടുക്കുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്നവർ ഈ നേർച്ച സദ്യ തങ്ങളുടെ ഭവനങ്ങളിൽ കൊണ്ടുപോയി ഉണങ്ങി സൂക്ഷിക്കുകയും രോഗമുക്തിക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതായ ഒരു രീതി ഉണ്ട്. പുതുപ്പള്ളി പുണ്യവാളന്റെ വെച്ചൂട്ട് നേർച്ച സദ്യയെ അനുസ്മരിച്ചുകൊണ്ട് തെക്കൻ നാടുകളിൽ പുതുപ്പള്ളി ശ്രാദ്ധം എന്ന പേരിൽ നേർച്ചകൾ കഴിക്കുന്ന രീതിയുമുണ്ട്. പുതുപ്പള്ളി ഊട്ട്, പുതുപ്പള്ളി ശ്രാദ്ധം എന്നൊക്കെ പേരുകളിൽ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലൊക്കെയും പുതുപ്പള്ളി പള്ളിയോടുള്ള, പുതുപ്പള്ളി പുണ്യവാളനോടുള്ള ഊറും ഭക്തിയും വീക്ഷിച്ചുകൊണ്ടുള്ളതായ നേർച്ചകൾ നിലവിലുള്ളതായ കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഒരിക്കൽ ചന്ദ്രപ്പള്ളിയിൽ നിന്നും വന്ന പിതാക്കന്മാർ പുതുപ്പള്ളി പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ കുരിശടിയിൽ നിന്നും ഒരു പിടി മണ്ണുമായി തെക്കൻ കേരളത്തിലേക്ക് പോവുകയും പത്തനംതിട്ടയിലുള്ള ചന്ദനപ്പള്ളിയിൽ ആ മണ്ണിട്ട് കുരിശ് നടത്തുകയും ചെയ്തു. ഇന്ന് ആ പള്ളി അറിയപ്പെടുന്നത് തെക്കൻ കേരളത്തിലെ പുതുപ്പള്ളി എന്നാണ്. തെക്കൻ കേരളത്തിലെ പുതുപ്പള്ളി എന്ന പേരിൽ ചന്ദനപ്പള്ളി പെരുന്നാളും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പുതുപ്പള്ളി പെരുന്നാളിൽ അനേകായിരങ്ങൾ പങ്കെടുത്ത് വിശ്വാസത്തോടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് കടന്നു പോകുന്നു. പുതുപ്പള്ളി പള്ളി ഏതാണ്ട് 40ഓളം പള്ളികളുടെ തലപ്പള്ളിയാണ്. പുതുപ്പള്ളി പള്ളിയിൽ നിന്നും 40ഓളം പള്ളികൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ പിരിഞ്ഞു പോയ പള്ളികളെല്ലാം തന്നെ പുതുപ്പള്ളി പള്ളിയിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതേപടി അനുഷ്ഠിക്കുന്നതും നമുക്ക് അഭിമാനമാണ്. പരിശുദ്ധനായ ഗീവർഗീസ് സഹതായുടെ നാമത്തിലുള്ള വെച്ചൂട്ടും പന്തിരുനാഴി എടുക്കലും പൊടിവരമിടിയിലും ഇതെല്ലാം പുതുപ്പള്ളി പുണ്യവാളനോടുള്ള ആദരവ് സൂചകമായി അനുഗ്രഹത്തിന് വേണ്ടി ഇവിടെ നിന്ന് വിരിഞ്ഞു പോയ ദൈവാലയങ്ങളോട് ചെയ്യുന്നത് അവരുടെ തീർത്ഥാടകമായ പുതുപ്പള്ളി പള്ളിയുടെ യശസ്സ് വാനവും ഉയർത്തുവാൻ വേണ്ടിയാണ്. പരിശുദ്ധനായ സഹത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ളതായി പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയർത്തുകൊണ്ടാണ് അനേകായിരങ്ങൾ ഈ നേർച്ച സദ്യയിൽ പങ്കെടുക്കുന്നത്. വിളിച്ചാൽ വീകെടുക്കുന്ന പരിശുദ്ധ സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് കൊടുവൂരാറ്റിൽ മുങ്ങിക്കുളിച്ച് പുതുപ്പള്ളി പുണ്യവാളന്റെ കൽക്കുരിശിൽ വണങ്ങി തത്വത്തിന്റെ മുഴുവനായ 18 വഴികൾ ചവിട്ടിക്കയറി പുതുപ്പള്ളി പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധനായ ഗീവർഗീസ് സഹതായുടെ അദൃശ്യ സാന്നിധ്യം കുടികൊണ്ട ജീവൻ തിരിച്ചെടുപ്പ് വണങ്ങി അനുഗ്രഹം പ്രാപിക്കുകയാണ്.